നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. രാജ്യത്തിന് മുഴുവൻ പ്രത്യേകിച്ച് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു വമ്പൻ ഉത്തരവ്, നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. അതായത് ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികളും വേദങ്ങളിൽ അറിവുള്ളവരും നടത്തണം. ക്ഷേത്രങ്ങളിലെ ഭരണം പുറത്തുള്ളവർ നടത്തരുത്, രാഷ്ട്രീയ നേതാക്കൾ നടത്തരുത്, റിസീവർമാർ നടത്തരുത്, അഭിഭാഷകർ നടത്തരുത്. ക്ഷേത്ര വിശ്വാസമുള്ളവർ, ഈശ്വര ആരാധനയിൽ വിശ്വാസമുള്ളവർ, വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അറിവുള്ളവരാണ് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ പുറത്തു നിന്നുള്ളവരെ ഏൽപ്പിച്ചാൽ അത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അലഹബാദ് ഹൈക്കോടതി ഏറ്റവും നിർണായകമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. അതുമാത്രവുമല്ല, എത്രയും വേഗം മധുരയടക്കമുള്ള ക്ഷേത്രങ്ങളുടെ റിസീവർമാരായി വിശ്വാസമുള്ള, വേദങ്ങളിലും ശാസ്ത്രത്തിലും അറിവുള്ളവരെ നിയമിക്കണമെന്ന കർശന ഉത്തരവാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പുറപ്പെടുവിച്ചത്. ഇപ്പോൾ ഈ വാർത്തയിൽ കണ്ണു തുറക്കേണ്ടത് കേരളത്തിലെ ദേവസ്വം ബോർഡുകളാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ രാഷ്ട്രീയ കോമരങ്ങൾക്ക് ഇരുന്നു തിന്നാനുള്ള ഇരിപ്പിടങ്ങളാക്കി മാറ്റുന്ന സർക്കാരാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഏതെങ്കിലും വിശ്വാസിയെയാണോ ദേവസ്വം ബോർഡുകളുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്? പാർട്ടി നേതൃത്വത്തിൻ്റെ നോമിനികൾ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളെ ഇരുത്താനുള്ള, 5 വർഷക്കാലം അവിടെ ഇരുന്ന് തിന്ന് കട്ടുമുടിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. നമുക്കറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ രാഷ്ട്രീയ നിയമനമുണ്ടായി. PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. നിരവധി മെമ്പർമാരുണ്ടായി. ഇവരെല്ലാം CPM-ന്റെ നോമിനികളാണ്. CPM-ലേക്ക് വന്നതിൻ്റെ പ്രത്യുപകാരം, കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞതിൻ്റെ പ്രത്യുപകാരം PS പ്രശാന്തിന് കൊടുക്കുന്നു. PS പ്രശാന്ത് ഇരുകൈ നീട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നു. എന്നിട്ട് സംഭവിച്ചതോ, ചരിത്രത്തിലെ ഏറ്റവും ഗതികെട്ട ഒരു മണ്ഡലകാലമായിരുന്നില്ലേ ഈ കഴിഞ്ഞ തവണത്തേത്? ചരിത്രത്തിൽ ആദ്യമായി ഇരുമുടിക്കെട്ടുമായി എത്തിയ അന്യ സംസ്ഥാന ഭക്തർക്ക് പകുതി വഴിയിൽ വെച്ച് ഇരുമുടിക്കെട്ടുമായി തിരിച്ചിറങ്ങി പമ്പയിൽ മാലയൂരി നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നു. അത്രത്തോളം കെടുകാര്യസ്ഥതയായിരുന്നു ഈ മണ്ഡല കാലത്ത് ശബരിമലയിൽ ഉണ്ടായത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, മുൻകൂട്ടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഏറ്റവും വലിയ വീഴ്ച. മറുഭാഗത്ത് ഗുരുവായൂരിലെ അവസ്ഥയാവട്ടെ, ശ്രീകൃഷ്ണ ജയന്തി ദിവസം പോലും അവിടുത്തെ അന്നദാനത്തിൽ തന്നെ ക്രമക്കേടുണ്ടായി. ഭക്തരുടെ വികാരങ്ങൾ വ്രണപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള സ്വത്തുകൾ പോലും എഴുതി വിൽക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. കാണിക്കപ്പണം കാണാത്ത സംഭവങ്ങളുണ്ടായി. അങ്ങനെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് ഈ ദേവസ്വം ബോർഡുകളിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നടത്തുന്നത്. ആ സാഹചര്യത്തിലാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഈ വിധി, ഈ ഉത്തരവ് ഏറെ പ്രസക്തമാകുന്നത്. ദേവസ്വം ബോർഡുകളെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കേണ്ടത്, ഭരിക്കേണ്ടത് വിശ്വാസിയാണ്. വിശ്വാസികളുടെ കൈകളിലൂടെയാണ് ക്ഷേത്രങ്ങളുടെ ഭരണം നടക്കേണ്ടത്. അല്ലാതെ അവിശ്വാസിയും രാഷ്ട്രീയ നേതാവും അഭിഭാഷകരുമൊന്നുമല്ല ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തേണ്ടത്. ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തുന്നവർക്ക് വേദങ്ങളിലും ശാസ്ത്രത്തിലും അറിവുണ്ടാകണം. ക്ഷേത്ര വിശ്വാസത്തെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടാകണം. വിശ്വാസിയുടെ ഹൃദയം തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകണം. ഇതാണ് അലഹബാദ് ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിച്ച ഉത്തരവ്. എന്തായാലും ഇതിലൂടെയെങ്കിലും കേരളത്തിലെ സർക്കാർ ഒന്ന് കണ്ണു തുറക്കുമോ എന്ന് കണ്ടറിയണം. അല്ലെങ്കിൽ അലഹബാദ് ഹൈക്കോടതിയുടെ ആ ഉത്തരവിനെ പിന്തുടർന്ന് കേരളത്തിലെ ഹൈക്കോടതിയും ശക്തമായ ഇത്തരം ഉത്തരവുകൾ നടത്തണം. വിശ്വാസികളുടെ കൈകളിലേക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം എത്തണം. എങ്കിൽ മാത്രമേ വിശ്വാസിയുടെ ആ വികാരം, വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. നേരിനും നാടിനുമൊപ്പം എന്തുമുണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.